ഹായ് നമസ്കാരം. MRF ഇന്റീരിയർ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ മറ്റൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, വിനീഷ് ബ്രോ. പുള്ളിക്കാരൻ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാട്ടോ. അപ്പോൾ നമ്മുടെ പരം കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 5 സ്റ്റാർ റിസോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അല്ലേ, മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. തീർച്ചയായും എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് സങ്കേതമായ മൂന്നാറിലാണ്. വൈബ്സിലാണ് എത്തിയിട്ടുള്ളത്. വൈബ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു വരുന്ന സമയത്ത്. അതെ അതെ, ആ പോസിറ്റീവ് വൈബ് അല്ല, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു വൈബ് ഉണ്ടെങ്കിൽ ആ വൈബ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് വൈബ് റിസോർട്ടിൽ എന്തായാലും കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ടോട്ടലി എക്സൈറ്റഡ് ആണ്. അപ്പം CCOK എന്ന് പറയുന്ന ഒരു സംഘടന, അത് നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, അവരുടെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് നടക്കുകയാണ് ഇവിടെ. അതായത് ആനന്ദ ബ്ലിസ് 2.0യുടെ പിന്നെ ബൂട്ട് ക്യാമ്പാണ് അല്ലേ. ബൂട്ട് ക്യാമ്പ് എന്നറിയപ്പെടുന്ന യൂട്യൂബേഴ്സിൻ്റെ കേരളത്തിൽ പ്രശസ്തരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വിനീഷ് ബ്രോനെ പോലെ പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സ് അനവധി ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഗെറ്റ് ടുഗദർ പോലെ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇന്റീരിയറുമായി ബന്ധപ്പെടുന്നത്. എക്സാക്ട്ലി. നമ്മൾ മാനേജറിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റൂം ഉണ്ട്. അതായത് ഈ ലെഗസി എന്നല്ലേ, വൈറ്റ് ലെഗസി. ഇപ്പൊ നമ്മുടെ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് അല്ലേ, പ്രിയ സുഹൃത്ത് ഫാസിൽ, നമുക്ക് ഷെഫ് പ്രത്യേകമായിട്ട് തന്നതാണ് പുള്ളിക്കാരനെ. നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ വിനീഷ് ബ്രോ, ഒരു ഡബിൾ കോട്ട്, അതായത് കിങ് സൈസിലുള്ള ബെഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർക്കുക, ഇത് വൈബ്സ് എന്ന് പറയുന്ന മൂന്നാറിലെ റിസോർട്ടാണ്. 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഏറ്റവും ലെഗസി എന്ന് പറയുന്ന ഒരു സ്യൂട്ട് റൂമാണിത്. അതിൻ്റെ ബെഡ് നമ്മൾ കാണുന്നു കിങ് സൈസിൽ. ഇതിൻ്റെ 18 ഇഞ്ചിലാണ് ഇതിൻ്റെ ബെഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അറ്റാച്ച്ഡ് പില്ലോസും റൗണ്ട് പില്ലോസും ഒക്കെ നമുക്ക് കാണാം. ഈ ബെഡിൻ്റെ നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹെഡ് ബോർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഫോമാണ്. ഒരു ടീക്ക് ഫിനിഷിന് അനുയോജ്യമാകുന്ന ഒരു ബീജ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ബെഡിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഹെഡ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനയർ ഫിനിഷിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഡിസൈനാണ് അവിടെ ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും. തീർച്ചയായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്ന കേർട്ടൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ റൂമിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റീരിയറിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ പ്ലീറ്റഡ് കേർട്ടൻസ് എന്ന് വിളിക്കും. കണ്ടോ, ഫ്രണ്ടിൽ വരുന്ന കേർട്ടൻ, ബാക്കിൽ വരുന്ന ലിനിയർ, അതായത് ബാക്കിൽ നെറ്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബാക്കിൽ ഷെയ്ഡ്സ് എന്ന് പറയും, ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പം നമുക്ക് ഇന്നർ കേർട്ടനും ഫ്രണ്ട് കേർട്ടനും ബാക്ക് സൈഡിൽ ഇന്നർ കേർട്ടനും ഒരു ഗ്രീനിഷ് വരുന്ന രീതിയിൽ, ഒരു ഗ്രീനിഷ് വിത്ത് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കേർട്ടൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്ലീറ്റ് നമ്മൾ വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ, അതായത് ഒരു അയൺ ചെക്ക് ചെയ്തിട്ട് വെച്ച ആ ഒരു ഫിനിഷ്, അതായത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന പ്ലീറ്റ് കണ്ടു നിങ്ങൾ. ഇതുപോലെ പ്ലീറ്റായിട്ട് കേർട്ടൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണിത്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഞാൻ പറഞ്ഞ പോലെ സീലിങ്ങിൻ്റെ ഇൻസൈഡിൽ നിന്നാണ് ഈ കേർട്ടൻസ് താഴോട്ടേക്ക് വരുന്നത്. ഫുൾ ലെങ്ത് കേർട്ടനാണ്. ഇപ്പോഴത്തെ ഇൻറ്റീരിയറിൽ ബെഡ്റൂംസിലേക്കും അതുപോലെ തന്നെ മെയിൻ ഹാളിലേക്കും നമ്മുടെ വീടുകളിലേക്കൊക്കെ കേർട്ടൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫുൾ ലെങ്ത് കേർട്ടനുകളാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി 450 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ടോട്ടലി ബാത്റൂം അടക്കം ഈ റൂമിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പം ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ സാധാരണ ഇൻറ്റീരിയർ വർക്കിന് ചെയ്യുന്നത് പോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. സ്ലൈഡിങ് ഡോഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ പ്ലൈവുഡ് വിത്ത് വിനയർ ഫിനിഷിലാണ് കേട്ടോ. അതായത് ഒരു വൈറ്റ് ടീക്ക് ഫിനിഷ് കിട്ടാത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നിലത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ടീക്ക് ഫിനിഷിലുള്ള വുഡൻ ഫ്ലോറിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് വിത്ത് വുഡൻ ഫിനിഷ് ആയതുകൊണ്ട് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് അല്ലേ വിനീഷ് ബ്രോ? ഈ റൂമിൽ വന്ന സമയത്ത് വിനീഷ് ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ശരിക്കും? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ കൊച്ചി മാരിറ്റിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു മൂന്നാറിൽ നമ്മളിപ്പോൾ വന്ന സ്ഥിതിക്ക്
ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ ഒരു ഇന്റീരിയർ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഇന്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടുത്തെ ബാത്തിങ് ഫെസിലിറ്റി, അതുപോലെ തന്നെ അവിടെയുള്ള ലിവിംഗ് റൂമിന്റെ ഫെസിലിറ്റി, അതുപോലെ തന്നെ പുറത്ത് നമുക്ക് സ്പേസ് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കിയായിരുന്നു കണ്ടു. ദൂരെ മലകളൊക്കെ നോക്കി വ്യൂ പോയിന്റ് ആണ് നമ്മൾ കാണുന്നത്. ബാക്ക് സൈഡ്, അതായത് ഹൈലൈറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. മലനിരകൾ അല്ലേ, അവിടെ മഞ്ഞാൽ മൂടപ്പെട്ട, അല്ലെങ്കിൽ മൂടൽ എന്താ പറയുക, ഒരു കോടമഞ്ഞെന്നൊക്കെ പറയാം, അതൊക്കെ മൂടപ്പെട്ട അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും അവിടെ എവിടെയും തിങ്സ് ടച്ച് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വരാനുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നതാണ് ഈ റൂംസ്. ഇത് ഈ ബെഡ്റൂമിൽ, അതായത് ബെഡിന് നേരെ ഫ്രണ്ടിലോട്ടായിട്ട് നമുക്കൊരു ലിവിങ് സ്പേസ്, നമുക്ക് ഇരിക്കാനും അത്യാവശ്യം TVs ഒക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന സോഫ കിങ് സൈസിൽ വരുന്ന സോഫയാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ അത്യാവശ്യം 2 സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു സോഫയാണ് സിംഗിൾ സീറ്ററായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ലക്ഷറി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് കേട്ടോ. ഇൻസൈഡിലുള്ളത് ഹൈലി ക്വാളിറ്റി ഉള്ള പോക്കറ്റ് സ്പ്രിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കുഷ്യനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് റെക്രോൺസ് ആണ്, ബാക്കിൽ വരുന്ന പില്ലോസൊക്കെ റെക്രോൺ ആണ്. സോഫയുടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കാണാം. ഇവിടെ ചെയ്തിരിക്കുന്നത് ടോപ്പിന് വേണ്ടി ചെയ്ത് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്റ്റോറേജ് യൂണിറ്റാണ്. ഇൻസൈഡിൽ നമുക്ക് റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസസും ഇവിടെയുണ്ട്. നമ്മുടെ കിച്ചണിലൊക്കെ കണ്ട പോലെ തന്നെ കിച്ചൺ റാക്കിലൊക്കെ നമ്മൾ കാണുക സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അതുപോലെ കമ്പനിയുടേതായിരിക്കും. പക്ഷേ ഇവിടെ റാക്കുകളൊക്കെ വുഡനാണ്. നമുക്ക് അത്യാവശ്യം സ്റ്റോറേജൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതും ഡോറുകൾ, ഇതിൻ്റെ ഷട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിലാണ്. സോ ഇവിടെ നമുക്ക് ഒരു വലിയ ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിൽ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കവറിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 12 mm ഒരു ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെ ഭംഗിയാക്കുന്ന രീതിയിൽ നമ്മൾ ബെഡ് സ്പേസിൽ കണ്ടതുപോലെ തന്നെ ഒരു കുഷ്യൻ ഫോം വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് പോലെ ഫോം വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വളരെ എന്താ പറയുക, സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കേസ് പോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു 32 ഇഞ്ച് LCD കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു രസകരമായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടത്തേക്കുള്ള ഫേർണിച്ചറൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിലാണ്. ഇവിടെ നമുക്ക് കാണാം ഫുൾ ലെങ്ത്തിലുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടോ, ഫുൾ ലെങ്ത്തിൽ നമുക്ക് കാണാനും ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മുകളിലുള്ള സീലിംഗ് ആണ്. ഈ സീലിങ്ങും അതുപോലെ തന്നെ പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിലാണ് ഇവിടെ കയറി വരുമ്പോഴുള്ള സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിങ്, തറയിലുള്ള ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് 2x4 വരുന്ന ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന ഒരു ഡിജിറ്റൽ വെട്രിഫൈഡ് ടൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാത്റൂംസിലേക്കാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത്രയും നേരം ഞാൻ പറയാൻ പോയ സംഭവം ഇത് തന്നെയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം. ആ റൂമിലെ ലക്ഷറി ആയിട്ട് നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റുന്ന, അല്ലേ, കുളിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബാത്ത് ടപ്പ്. ഇതിപ്പോൾ എന്താ പറഞ്ഞ വിനീഷ്, എന്താ പറയുക, ഇത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഇതില്ല. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ജാക്കൂസി സിസ്റ്റം ഉള്ള റൂമാണ് ഇത്. ഫങ്ഷൻസ് ഉണ്ട് അല്ലേ, നമുക്ക് ഈ വാട്ടർ ഹീറ്റ് ചെയ്യാം, ലൈറ്റിംഗ് ഉണ്ട്. അത് ഇവിടെയാ പുറത്തുനിന്ന് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സംഭവമാണ്. നമുക്ക് ഹോട്ട് വാട്ടർ, ലൈറ്റിങ്, മസാജിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓ തീർച്ചയായിട്ടും നമ്മളിപ്പം ഇതുപോലെ വീടുകളിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാത്റൂംസിന് നമ്മൾ ജാഗ്വാർസ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ സാധനങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബാത്റൂം കുറച്ച് ഇതുപോലെ സ്പേസ്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് വേണമെന്നേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. ഇവിടെ നമുക്ക് കാണാം പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിനെ മറക്കാനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റോളർ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഔട്ട് ആയിട്ട് വരുന്ന റോളർ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് സിമെന്റ് ഫൈബർ ബോർഡാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്ത് വാട്ടർ പുട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ബാത്റൂംസ് ആണ് എപ്പോഴും ഈർപ്പത്തിൻ്റെ സംഗതികൾ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്നാണ് സെൻസറിങ് ആണ് ഇവിടുത്തെ ലൈറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബാത്റൂമിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ബാത്ത് ഏരിയ ആണ്. ബാത്ത് അറ്റാച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഷവറാണ് നമുക്ക് ബാത്തിങ്ങിന് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ജാഗ്വർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ്. ടഫൻ ചെയ്തിട്ടുള്ള ഗ്ലാസ് കേട്ടോ, ടഫൻ ചെയ്തിട്ടുള്ള പാർട്ടീഷനാണിത്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്കറിയാലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത് വെള്ളത്തിൻ്റെ ഉപയോഗം കൂടുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാതിരിക്കാനാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ബാത്റൂംസിലേക്ക് പരമാവധി നല്ല പ്രോഡക്റ്റ്, അതായത് സർവീസ് ബാക്കപ്പ് ഒക്കെ ഉള്ള നല്ല ഗ്യാരണ്ടി ഉള്ള നല്ല SS-ൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിജിറ്റൽ മാർബിൾ ഫിനിഷിൽ വരുന്ന ടൈൽസാണ് ഈ വാൾസിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് ആയിട്ട് അല്ലെങ്കിൽ ബാത്ത് സെപ്പറേഷൻ വന്നിരിക്കുന്ന ഏരിയയിൽ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ്. ഇത് നമ്മൾ ഡോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഡോർ കൊടുത്തിട്ടുള്ളത് സാധാരണയുള്ള ഫ്ലഷ് ഡോറാണ്. ഈ ഫ്ലഷ് ഡോറിൽ നമ്മുടെ ലാമിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലഷ് ഡോർ കവർ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടോ, ഈ ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാമിനേറ്റ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന മോഡലാണ്. ഇത് ഏത് ഡിസൈനിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഇൻസൈഡിൽ ഫ്ലഷ് ഡോറാണ്, ഔട്ട് സൈഡിൽ നമ്മൾ വിനീർ വെച്ചിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈനിലേക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈനിൽ കൊടുത്തതിന് ശേഷം പോളിഷ് കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഡോറായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ ഇൻറ്റീരിയർ വർക്കൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ വാഷ് ബേസിനിലാണ്. വാഷ് ബേസിൻ കൗണ്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു ടേബിൾ പോലെ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഇതിൻ്റെ അകത്ത് ഇൻസൈഡിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈൽ എന്ന് വിളിക്കാവുന്ന ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടോപ്പ് നിൽക്കുന്നത് GI ഫ്രെയിമിലാണ്. GI ഫ്രെയിം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ GI ഫ്രെയിം കൊടുക്കേണ്ട കാരണം നല്ല സ്ട്രെങ്ത്തിൽ അത് നിന്നോളും, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ വരാൻ സാധ്യതയില്ല. മാത്രമല്ല GI സ്ട്രെച്ചറാണ്, നമുക്കത് റെസ്റ്റ് എടുക്കാത്ത രീതിയിലുള്ള പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കത് ഭംഗിയായി ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് സൈറ്റിലേക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിയറസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതുപോലെ ബാത്റൂംസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാം വലിയ സൈസിലുള്ള ഒരു മിററാണ് കാണുന്നത്. ഈ മിററ് 4mm വരുന്ന മിററാണ്. ഇതിനെ നമ്മൾ പ്ലൈവുഡിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് എടുക്കാത്ത രീതിയിലുള്ള പെയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കത് ഭംഗിയായി ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് സൈറ്റിലേക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിയറസ്റ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതുപോലെ ബാത്റൂംസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാം വലിയ സൈസിലുള്ള ഒരു മിററാണ് കാണുന്നത്. ഈ മിററ് 4mm വരുന്ന മിററാണ്. ഇതിനെ നമ്മൾ പ്ലൈവുഡിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റൂംസിലൊക്കെ കൊടുത്തിരിക്കുന്ന സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ലിഗ്രാൻഡിൻ്റെ മാറ്റ് ഫിനിഷ് വരുന്ന ലിഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നേരം കണ്ടത് വൈബ് ലെഗസി എന്ന് പറയുന്ന ഈ റിസോർട്ടിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും 5 സ്റ്റാർ ഹോട്ടലുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാഴ്ചകളാണിത്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള റൂംസ് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ പലതാണ്. നമ്മുടെ വീടുകളിലേക്കും ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. സോ
ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ പുതുപുത്തനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങളെ അത് അറിയിക്കണമെന്നുള്ള നിർബന്ധത്തിൽ വീഡിയോ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ലെഗസി ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ലെഗസി സ്വീറ്റ് റൂമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമായ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ് signing off.